ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ്, അൻവറിൻ്റെ വീട്ടിൽ. അപ്പോൾ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട്. ഞാൻ വണ്ടിയില്ലാത്തതുകൊണ്ട് നടക്കുകയാണ്, ടൗണിലേക്ക് നടക്കണം ഗൈസ്. പോകുന്ന വഴി ഇതാണ്, അങ്ങോട്ട് പോയ ബീച്ച്, ഈ ഭാഗം പോയ പാലം. നമുക്ക് ചാല് കാണാം. ഈ ചാലിലെ വെള്ളം നേരെ പോയി ജോയിൻ ആകുന്നത് കടലിലേക്കാണ്. അതെവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, ചാലിൽ കിങ് ഫിഷർസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ഒരു കാക്കയുണ്ട്. കുറച്ച് കാലത്തേക്ക് ട്രിപ്പൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല. വൺ സൈഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ വ്ളോഗൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള വ്ളോഗായിരുന്നു. അതിനെ മെച്ചപ്പെടുത്തണം ഇൻഷാ അല്ലാ. ഒരു ഘട്ടം ഘട്ടമായിട്ടല്ലേ സക്സസ്സിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് കുറേ. ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് മനസ്സിലെന്തൊക്കെയോ നിയത്തണ്ടേ, ഇന്ന സ്ഥലം പോകണം, ഇന്ന രീതിക്കാവണം. ഞാൻ സംസാരിക്കുന്നത് കാണാൻ പാടില്ല, പക്ഷെ കാഴ്ചകൾ കാണണമെന്നുള്ളു. എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് ഞാൻ ചെയ്യണത് എനിക്കുള്ളൊരു മെമ്മോറീസാണ്. എപ്പോഴേക്കും ഏത് ഡിവൈസ് പോയാലും അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെമ്മോറീസിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണേ, വീഡിയോ ഒക്കെ ചെയ്യണത്. ഓക്കെ, വേറെന്താ പറയാ, ഒന്നുമില്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് നടക്കണേ. നേരത്തെ പറഞ്ഞ പോലെ അപ്പുറഭാഗത്ത് കടൽ കണ്ടു. എന്നിട്ടിവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഈ ട്രാക്ക് കടന്നു പോകണം. ഇവിടെ മോൺസൂൺ സീസൺ ആകുന്ന സമയത്ത് ഇവരൊക്കെ കൃഷി ചെയ്യും. പാടം ഇപ്പോൾ ഡ്രൈ ആണ് മൊത്തം. മഴക്കാലത്ത് ഇത് കാണാൻ നല്ല രസമാണ്. അവിടെ ട്രെയിൻ പാലം കാണാം. പോകുന്ന വഴിക്ക് ഇപ്പം ട്രെയിൻ വന്ന ഭാഗ്യമുണ്ടേ. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തി. 10 മിനിറ്റിന് നടത്തം മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. set of numbers. അവിടെ ടൈം ആയോട്ടെ. ഫസ്റ്റ് പഠിക്കുമ്പോ നോക്കുന്നില്ല, നോക്കാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് എന്ത് ടോക്ക് എന്ത് അന്നത്തെ സൈബോലില്ല വാട്ടി സാറേ കേട്ടോ. അരേ സെറ്റ് ഓഫ് കളക്ഷൻ ഇതല്ല, കളക്ഷൻ ഓഫ് ഡെവലപ്പേഴ്സിന് കേൾക്കാം. നമ്മളെ പോലെ സൈബർ സെക്യൂരിറ്റി കളക്ഷൻ ഓഫ് ഡാറ്ററാ. എന്തിനാ ഇതൊന്നും ഇതുപോലെ അറിയാതെ നീ എങ്ങനെ എഞ്ചിനീയർ അറിയണം? അതാണ് അല്ല, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെങ്കിൽ അതറിയണ്ടേ? എന്ത് അറിയേണ്ടത്? എന്ത് ഇപ്പൊ അരയില്ലേ? കല്ല് കെട്ടുമ്പോ കടിയിൽ ചെത്ത് കല്ല് തന്നെ. എല്ലായിടത്തല്ല, അത് ബേസ്ഡ് ഓൺ ദ സോയിൽ കണ്ടീഷൻസ്. അതല്ല ഞാൻ പറയട്ടെ, അര അറിയാത്ത എന്താ വേണ്ടെന്ന് പറഞ്ഞ അര 2000 അല്ല, അര ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ദ തിങ്. ഫൈനലി 1 മണിക്കൂർ കാത്തിയാണ്. 1 മണിക്കൂർ ഗൈസ്. ഇതില്ലേ വ്ളോഗില്ലേ
ഗൈസ് അങ്ങനെ നമ്മള് അയാളെ ഗണ്ണുണ്ടായി. അയാൾ ഗണ്ണെടുത്ത് പൊട്ടിച്ചു. അവൻ ചത്താ ചത്തിട്ടൊന്നില്ല, ചെറുങ്ങനെ കൊണ്ട് ഈ ചെക്കനൊന്ന് F1 എഡിറ്റ് ഇതാരി അഞ്ഞൂറിൻ്റെ മറ്റേ വന്നിട്ട് എന്ത് കളിയാക്കി എന്ത് ഗൈസ് ഇവൻ വ്ളോഗ് എടുക്കാൻ പോകുന്നുണ്ട്. ആ ചാനലിന്റെ പേര് എട്ടും തട്ടും പൊട്ടും തളിയാണ്. അല്ല അഞ്ഞൂറിലെ വെള്ളടിക്കറാ പോയി എന്ത് കഥ കൊച്ചിയല്ല വിട്ടാ ചെക്കനാടുണ്ട് കഴിച്ച്. ഓ മിന്നന്ന് 1959 1960 എന്ത് മുടി നമുക്കൊന്ന് കാണിച്ച നീർന്നിട്ട് കട്ടായോ ഫുള്ള് ബെൻഡായി. ഈ ബെൻഡടിച്ചിട്ട് പോയാൽ മതി. പപ്പ അങ്ങനെ അടുത്ത ആളെത്തി. അടുത്ത ആളെത്തി. എന്തേ ഇതാരി അൻവറിന് അനിയൻ. എന്താ പറഞ്ഞ എല്ലാവരും ഫുഡ് തന്നെ തിന്നു ആൾക്കാരെന്ത് ഇത്ത പെടുത്തടാ. കഴിച്ച് കൊടുത്തന തിന്നോ ഒന്നും നോക്കണ്ട എല്ലാം മതി. സാമ്പാരേ എടുത്തോ എന്തോ കാട്ട് പേരൊന്നും എന്തെന്ന് സാമ്പാരല്ല പേരുള്ള അമീൻ വിശ്വസ്തൻ. വിശ്വസ്തൻ അത്ര നല്ല പേരിന് ഇതാക്കിയേക്കോ. വിശ്വസ്തനാണ് പേര്. അർത്ഥമില്ലാത്ത പേര്. അല്ല ബുദ്ധിയില്ല അല്ല അങ്ങനെ അന്നൂറിന്റെ പേരില് നോമ്പ് തുറന്നു കഴിഞ്ഞ് നമുക്ക് നിങ്ങക്ക് പറഞ്ഞൂടെ അതിന്റെ ഓറലുണ്ട് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച മാത്രം ആണ് അല്ലാന്ന് പറഞ്ഞിട്ടില്ല. ചെക്കൻ എന്തോ ഒരു ഒട്രാസി കട്ടെടുത്തിന്
പെരുന്നാക്ക് ഇതേ കട്ടങ്ങ് നാണക്കേട്. എടാ പിന്നെ ഞാൻ മുടി എടുക്കുന്നത് മുട്ട അടിച്ചിട്ടുണ്ടല്ലേ. അതിനോണ്ട് എടുത്തോ ഒക്കെ കിടാവല്ലേ എനിക്ക് കിടാവ്. അങ്ങനെ നമ്മള് സ്ട്രീറ്റ് എന്ത് റംസാൻ സ്ട്രീറ്റ് എത്തിയിരിക്കുകയാണ് കാസർഗോഡ്. ഗുലുമാൽ എന്തല്ലട ഇപ്പൊ റോളമാള് മറ്റേ മാള് ഒരു സാധനം എടുക്കുന്നുണ്ട്. 2 ഭയങ്കര കട്ടക്ക് വെയിറ്റിംഗ്. നോട്ടം അത് കിട്ടി. ചാമ്പ്യൻസ് ലീഗ് റിയൽ മാഡ്രിഡ് എടുക്കുന്ന അത് പോയിടാ. അത് പോയാ നമുക്ക് പൈസ തരാണ്ട. ഞാൻ വിളിച്ചിട്ട് അവൻ്റെ പൈസ ഇട്ടാ വായിച്ചല്ലേ കുറച്ച് പൈസ ഉണ്ട്. എത്ര പൈസ ഞാൻ അയക്കാം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒമ്പിച്ചിട്ടേക്കാം. 1000 രൂപ ഉണ്ടാവും എന്തേലും. അല്ല അത് വേറെ ആവശ്യത്തിന്. ഓരോരുത്തർ ഡ്രസ് എടുത്തോണ്ട് അറാസോ ഡ്രസ് എടുത്താ ആയി അല്ല നീ ഒന്നെടുത്തേനെ എടുക്കാണ്ടെന്നല്ലേ. അങ്ങനെ അൻവറുടെ നോമ്പ് തുറ കഴിഞ്ഞ് സ്ട്രീറ്റ് പോയി. അത് കഴിഞ്ഞ് എന്തായി ഡ്രസ്സ് ഷോപ്പ് ഡ്രസ്സ് എടുത്ത് മിസ്റ്റർ ഷർട്ട് കിട്ടിയിട്ട രാഹിലിന് ഉറക്കം വന്നിന്. ഒനൈസ് എല്ലാം കിട്ടിക്ക് തലയിൽ പോയി. അങ്ങനെ ജീൻസ് അല്ലടാ ഉണ്ടാവും. ശരി ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.